ഒഡീഷയിൽ നിന്നും BJPയുടെ ടിക്കറ്റിൽ വിജയിച്ച 20 എംപിമാരെ നമുക്കറിയാം. അവർ 20 പേരുടെയും പിന്തുണ അത്രത്തോളം കേന്ദ്ര സർക്കാരിന് ആശ്വാസകരമായിരുന്നു. ഹിന്ദി ഹൃദയഭൂമിയായ ഉത്തർപ്രദേശിലെ 30-ലധികം മണ്ഡലങ്ങൾ കൈവിട്ടിട്ടും അധികമായി ഒഡീഷയിൽ നിന്ന് കിട്ടിയ സീറ്റുകൾ വലിയ തോതിൽ അവർക്ക് പ്രയോജനകരമായി മാറി എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാൻ പാർട്ടി വിടുകയാണെങ്കിൽ അതിൽ പല എംപിമാരും പ്രധാനോടൊപ്പം പങ്കുചേരാനുള്ള നീക്കവുമായാണ് ഇരിക്കുന്നത്. ബിജു ജനതാദൾ ധർമ്മേന്ദ്ര പ്രധാനിന് ചില ഓഫറുകൾ വയ്ക്കുന്നതായി ഇപ്പോൾ സൂചനയുണ്ട്. ധർമ്മേന്ദ്ര പ്രധാൻ BJPയുടെ ഒഡീഷയിലെ ഏറ്റവും മികവർന്ന നേതാവായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. മോഹൻ ചരൺ മാഞ്ചിയെ ദളിത് പ്രാതിനിധ്യത്തിന് വേണ്ടി മാത്രം താൽക്കാലികമായി മുഖ്യമന്ത്രി പദത്തിൽ എത്തിച്ചതാണ്. എന്നാൽ ധർമ്മേന്ദ്ര പ്രധാന്റെ കാര്യം അങ്ങനെയല്ല. നവീൻ പട്നായിക്കിന്റെ ബിജു ജനതാദൾ പാർട്ടിയിലുള്ള പലരെയും ചാടിച്ചുകൊണ്ട് BJP അംഗബലം തേയ്ക്കാനുള്ള നെട്ടോട്ടം നടത്തുമ്പോൾ സ്വന്തം ആവനാഴിയിലെ അസ്ത്രങ്ങളെ മറന്നുപോയി എന്നൊരു പരാമർശം പലപ്പോഴായി ഒഡീഷയിൽ മുഴങ്ങി കേൾക്കുകയാണ്. എന്തിനധികം പറയുന്നു, പ്രതാപ് ചന്ദ്ര സാരംഗി എന്ന സംഘപരിവാർ നേതാവ്, അദ്ദേഹം പോലും ധർമ്മേന്ദ്ര പ്രധാനെ അനുകൂലിച്ച് തന്നെയാണ് നിൽക്കുന്നത്. കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തോട് കാണിച്ചത് നെറുകേടാണ് എന്ന് കൃത്യമായി ബാലസോറിലെ MP പോലും പറയുന്നുണ്ട്. നിലവിൽ 20 എംപിമാർ ഉള്ളതിൽ 7-8 പേർ പാർട്ടി വിടാനോ അതല്ലെങ്കിൽ വിലപേശൽ നയങ്ങളുമായി വരാനോ സാധ്യതയുള്ളതായി കാണുന്നുണ്ട്. ഇവിടെ മറ്റൊരു നീക്കമാണ് നടക്കുന്നത്. അതായത് ഒഡീഷയിൽ ഇപ്പോൾ മുഖ്യ പ്രതിപക്ഷ നീക്കം കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് വളരെ ഗൗരവമായി കഴിഞ്ഞേറെ നാളുകളായി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി നിതാന്തം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ പിന്നെ ഒഡീഷയിൽ BJPക്ക് എന്ത് പരിക്ക് പറ്റിയാലും അതിൻ്റെ നേട്ടം കൊയ്തെടുക്കാൻ ബിജു ജനതാദളല്ല, മറിച്ച് കോൺഗ്രസ് നേരിട്ട് തന്നെ തുനിഞ്ഞിറങ്ങുമെന്നുള്ള കാര്യത്തിലും ആർക്കും യാതൊരു സംശയവും വേണ്ട. പക്ഷേ അതിനുള്ള വടി കൃത്യമായി കോൺഗ്രസിൻ്റെ കയ്യിലെത്തണം. ഇപ്പോൾ കോൺഗ്രസിൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഒരു ഊന്നുവടി തന്നെയാണ് പ്രധാൻ്റെ ഈ ഒരു ഇഷ്യൂ. അത് ഒഡീഷയിൽ നല്ലപോലെ കത്തിച്ച് BJPക്കുള്ളിൽ ഒരു പടപ്പുറപ്പാട് ഉണ്ടാക്കിയെടുക്കാൻ താൽക്കാലികമായിട്ടെങ്കിലും സാധിച്ചിട്ടുണ്ട്. BJPയുടെ മന്ത്രിസഭ വീഴ്ത്താനുള്ള ഒരു ഓപ്പറേഷൻ അണിയറയിൽ നടക്കുന്നുണ്ട് എന്നാണ് സംസാരം.